എല്ലാവർക്കും നമസ്കാരം. പൈതൃകം 2026 സമാപന സമ്മേളനത്തേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സർവാദരപൂർവ്വം ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുക ബേബി ജോസഫ്, KCCO പൈതൃകം ചെയർമാൻ, ജോസ് എബ്രഹാം, KCCO പ്രസിഡന്റ്, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, മാർ ജോൺ പനംതോട്ടത്തിൽ ഇൻ ആബ്സെൻസ്, ബാബു പറമ്പെടുത്തമലയിൽ and Father Abraham Pudukalathil. Please come on stage. Thank you. Mr. Jijomon Thomas, Joseph Chaco, Don Jones, Tommy Thomas, Lijo Joseph, Shibu George, Celine Jos, Alina Lucas, Shaji George, Grishma Johnson, Deepak Emmanuel, Evelyn Richard, Jomon Simon, Jos Jacob, Josie Shiju, Vinu V. Abraham. Please come to the stage. ഈ ചടങ്ങ് ദൈവാനുഗ്രഹപ്രദമാവാൻ നമ്മളുടെ മാർത്തോമൻ എന്ന ഭക്തിഗാനം ആലപിക്കുന്നതിനായി സിഡ്നി കൊയറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിയുന്നവരെല്ലാം എണീറ്റ് നിൽക്കുക. തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയെഴുന്നള്ളുക വേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാപനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി വന്ന്. താങ്ക് യു പ്രയർ ടീം. അടുത്തതായിട്ട് വെൽക്കം സ്പീച്ചിനായി സെക്രട്ടറി ഓഫ് SKCA മിസസ് ഗ്രീഷ്മ ജോൺസനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാവരും റാലിയൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തെ ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ടയർഡായിട്ടിരിക്കുമെന്നറിയാം. പ്രസംഗം ഞാൻ ദൈർഘിപ്പിക്കുന്നില്ല, മാക്സിമം പെട്ടെന്ന് തീർക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട ബിഷപ്പുമാരെ, SKCAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, KCCO എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും മുഴുവൻ നിന്നെത്തിയ പ്രിയപ്പെട്ട ജ്ഞാനായ കുടുംബങ്ങളെ, നമ്മുടെ പൈതൃകത്തിൻ്റെ വേരും ശക്തിയും നമ്മുടെ ഒരുമയും മഹത്വവും നിറഞ്ഞ ഈ സമാപന വേദിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ വേദി നമ്മുടെ പൂർവികരുടെ ഓർമ്മയും നമ്മുടെ കുട്ടികളുടെ ചിരിയും നമ്മുടെ യുവതലമുറയുടെ ഊർജവും നമ്മുടെ മുതിർന്നവരുടെ അനുഗ്രഹവും ഒരുമിച്ച് ശ്വസിച്ച ഒരു ജ്ഞാനായ വീട്ടുവളപ്പായിരുന്നു. വോളിബോൾ, ടഗ് ഓഫ് വാർ, മിസ്റ്റർ ആൻഡ് മിസ് ജ്ഞ, കുട്ടികളുടെ പരിപാടികൾ, വിവിധ കലാപരിപാടികൾ, റാലി, KCYL, ഫ്ലാഷ് മോബ് ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മാവിനെ ഉയർത്തിപ്പിടിച്ചു. 1700-ലധികം പേരുടെ പങ്കാളിത്തത്തോടെ നടന്ന ജ്ഞാനായ വിവാഹ തീം റാലിയും ഓരോ യൂണിറ്റും അഭിമാനത്തോടെ നടന്ന കളർഫുൾ റാലിയും ഇവയെല്ലാം നമ്മെ ഒരു സത്യത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ജ്ഞാനായ പൈതൃകം ഇത് ഒരു സമൂഹമല്ല, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ പൈതൃക വഴിയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെ ഓരോരുത്തരെയായി ഞാൻ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. മെൽബൺ രൂപതയുടെ ആത്മീയ ഇടയനും എളിമയാർന്ന നേതൃത്വത്തിൻ്റെ ഉടമയുമായ അഭിവന്ദ്യ ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെ ഈ KCCAയുടെ പൈതൃകം 2026 കൺവെൻഷനിലേക്ക് അതീവ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസൗകര്യമുള്ളതിനാൽ അദ്ദേഹം ഇവിടെ ഇപ്പോൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിനെയാണ്.
വ്യാഴാഴ്ച മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ജോസഫ് ഭണ്ഡാരശ്ശേരിൽ പിതാവ്. നമ്മുടെ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി നമ്മുടെ ഒരു വഴികാട്ടിയും നമ്മുടെ ഒരു പിതാവിനെ പോലെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ജ്ഞാനായ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളിയെ സധൈര്യം മുന്നോട്ട് പോകാൻ ഇന്നലെ നമുക്ക് ഒത്തിരി ശക്തി പകർന്നു തന്ന നമ്മുടെ നല്ല ഇടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ KCCA പ്രസിഡന്റ് ജോസ് എബ്രഹാം. ഓഷ്യാനയിലെ ജ്ഞാനായ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ ജോസേട്ടാ നിങ്ങളുടെ പങ്ക് അതീവ വലുതാണ്. 1700-ലധികം മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ കൺവെൻഷനാണ് ഇവിടെ നടന്നത്. ഇത്രയും വലിയൊരു കൺവെൻഷൻ ഓഷ്യാനയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. The effort he has put in the last 6-7 months, it's enormous. We have seen that every steering committee meeting, every executive committee meeting, every single site visit നമ്മൾ കണ്ടതാണ്. എത്ര ചലഞ്ചസ് നമുക്കുണ്ടായെന്ന് നമുക്കറിയാം അല്ലേ ജോസേട്ടാ? എത്ര ചലഞ്ചസ് ഉണ്ടായി നമുക്ക്. എല്ലാത്തിനെയും സധൈര്യം, എനിക്ക് തോന്നുന്നത് ജോസേട്ടനും ബേബിച്ചേട്ടനുമാണ് ഏറ്റവും കൂളായിട്ടുള്ള രണ്ട് നേതാക്കൾ. ഞങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആയാലും ഇറ്റ്സ് ഓക്കെ ഗ്രീഷ്മ, വിൽ മാനേജ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ ഗ്രീഷ്മ, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ആൻഡ് എത്ര ഗ്രേസ്ഫുള്ളിയും എത്ര കൂളായിട്ടുമാണ് ലീഡേഴ്സ്, ദ ഗ്രേറ്റ് ലീഡേഴ്സ്, ഹൗ ദേ മാനേജ് ഇറ്റ്, ഹൗ ദേ ഓവർകം ഇറ്റ്. നമ്മൾ പേടിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർഭാഗ്യവശാൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഫോഴ്സ് ചെയ്തിരുന്നു. ബട്ട് അതൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ 2 ദിവസം. അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ജോസ് എബ്രഹാം ജോസേട്ടൻ്റെ ഒരു പ്രത്യേക നേതൃത്വ പാഠവും കൊണ്ടുമാണ്. ജോസേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസേട്ടൻ്റെയും ബേബിച്ചേട്ടൻ്റെ സ്വാഗതം എനിക്ക് പേപ്പറിൽ നോക്കി വായിക്കാൻ താല്പര്യമില്ല. ഇത് എനിക്ക് ഹൃദയത്തിൽ നിന്ന് വരാനാണ്, അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ നോക്കി വായിക്കാത്തത്. ശ്രീ ബേബി ജോസഫ്, ഞങ്ങളുടെ സ്വന്തം ബേബിച്ചേട്ടൻ SKCAയുടെ, ഞങ്ങൾ ഡിസംബറിലെ ഇലക്ഷനിലൂടെ ഈ SKCAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നത് മുതൽ SKCA വളരെ സധൈര്യം ഒരു കുടുംബം പോലെ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മുതൽ ഈ കൺവെൻഷൻ നടത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെയിൽ ഇതേപ്പറ്റി ആലോചനകൾ വന്നു. ജൂണിൽ ഫീസിബിലിറ്റി സ്റ്റഡി, ജൂലൈയിൽ വെന്യൂ സൈറ്റ് വിസിറ്റ്സ്, പല സൈറ്റ്സും നമ്മൾ ഓൾ ഓവർ സിഡ്നി പോയി കണ്ടു, NSW പോയി കണ്ടു. ഇതിലെല്ലാം ലീവുകൾ എടുത്തും പല ദിവസങ്ങളും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തുമാണ് പലരും പോയി ഇത് കണ്ടത്, ബേബിച്ചേട്ടനോടൊപ്പം ബേബിച്ചേട്ടനും. അപ്പം ഇത് ബേബിച്ചേട്ടനും ഈ പറഞ്ഞ പോലെ വളരെ കൂളായിട്ടുള്ള ഒരു നേതാവാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും അതിനെ സധൈര്യം വളരെ കൂളായിട്ട് somehow he managed it, navigate it through. That's a very great leadership skill, I would say. So ബേബിച്ചേട്ടൻ ഒരു പിതാവിനെ പോലെയാണ്. SKCAനെ മാത്രമല്ല, KCCയോട് ഈ കൺവെൻഷനെയും KCC ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയും ഒരു പിതാവിനെ പോലെ ഈ കൺവെൻഷനെ മുന്നോട്ട് നയിച്ച് ഇന്ന് ഈ ക്ലോസിംഗ് സെറിമണി വരെ എത്തിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലേ. ഓഷ്യാനയിലെ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. കൺവെൻഷൻ ചെയർമാൻ ഹാസ് ഡൺ ആൻ ഇമ്മെൻസ് എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. കൈപിടിച്ച് മുന്നോട്ട് ഈ പൈതൃകത്തെ ഇവിടം വരെ 8 മാസത്തോളം ഇവിടെ വരെ എത്തിച്ച ബേബിച്ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്ന KCC പ്രസിഡന്റ് ബാബു സാറിനെയാണ്. ബാബു സാറിനെ ആഗോളതലത്തിൽ ജ്ഞാനായ സമുദായത്തെ ഒരുമിപ്പിക്കുന്നതിൽ ബാബു സാർ നിങ്ങളുടെ നേതൃത്വത്തെ ഞങ്ങൾ അഭിമാനത്തോടെ ആദരിക്കുന്നു. ഇന്നലെ ഞങ്ങളോടൊപ്പം മിസ്റ്റർ ആൻഡ് മിസ് ജ്ഞ 2:30 AM വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ബാബു സാറിൻ്റെ യൂത്തിനോടുള്ള ആ ഡെഡിക്കേഷനും ഇവിടെ ഓർക്കുകയാണ്. ബാബു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ എബ്രഹാം പുതുക്കുളത്തിൽ അച്ഛനെ. നമ്മുടെ സിഡ്നി മിഷൻ്റെ ഇടവക വികാരിയാണ്. നമ്മൾ സ്നേഹപൂർവ്വം അബ്രു അച്ഛൻ എന്ന് വിളിക്കുന്ന നമ്മുടെ എബ്രഹാം പുതുക്കുളത്തിൽ അച്ഛൻ എല്ലാത്തിനും നമ്മോടൊപ്പം ഉണ്ട്. ഒരു ചെറുപുഞ്ചിരിയോടെയും ഒത്തിരി സ്നേഹത്തോടെയും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സ്വന്തം എബ്രഹാം പുതുക്കുളത്തിൽ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കൺവെൻഷനെ ഒരു റിയാലിറ്റി ആക്കിയ ഡ്രീം ടീം, അതാണ് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി, KCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് SKC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. ദാറ്റ്സ് ദ ഡ്രീം ടീം വിത്ത് ദ ഡ്രീം ലീഡേഴ്സ് ദാറ്റ് മെയ്ഡ് ദിസ് ഹാപ്പൻ. 1700 മെമ്പേഴ്സ്, 1700 പേരടങ്ങുന്ന ഓഷ്യാന കൺവെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി. ഐ നോ ഐ എം റിപ്പീറ്റിംഗ് ദീസ് വേർഡ്സ്, ബട്ട് ഇതൊരു നാഴികക്കല്ലാണ് ഓഷ്യാനയുടെ ചരിത്രത്തിൽ. That's the dream team that made it happen. Sleepless nights, 2 AM വരെയുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ്, മൾട്ടിപ്പിൾ സൈറ്റ് വിസിറ്റ്സ്, നമ്മൾ ലീവ് എടുത്ത് ഡ്യൂട്ടീസ് ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത്, ഈവൻ ഡ്യൂട്ടി ടൈം, ഐ വുഡൻറ്റ് സേ ദാറ്റ്, ബട്ട് അങ്ങനെ പല ത്യാഗങ്ങളും അനുഭവിച്ച് ഒരുപാട് ഹാർഡ് വർക്ക്, എഫേർട്ട്, ഫാമിലി സാക്രിഫൈസസ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരിക്കുന്നത്. അതിൽ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സെലിൻ ജോസ്, ഡോൺ ജെയിംസ്, ജിജോമൻ തോമസ്, ജോസഫ് ചാക്കോ, ലിജോ ജോസഫ്, ഷിബു ജോർജ്, ടോമി തോമസ്, അലീന ലൂക്കോസ്. അടുത്തതായി SKCയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. SKCയുടെ വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ്, SKCയുടെ ട്രഷററും പൈതൃകത്തിൻ്റെ ഫൈനാൻസ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്ത ദീപക് ഇമാനുവേൽ, ജോയിൻറ്റ് ട്രഷറർ എവലിൻ റിച്ചാർഡ്സ്, ജോയിൻറ്റ് സെക്രട്ടറി ജോമൻ സൈമൺ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജോസ് ജേക്കബ്, KCCO റെപ്രസെൻറ്റേറ്റീവ് ജോസി ഷിജു, KCCO representative Vinu V. Abraham, and Women's Forum President Manju Joseph. അടുത്തതായി പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, യൂത്ത്, ചിൽഡ്രൻ, എവറി സിംഗിൾ വോളണ്ടിയേഴ്സ്. നിങ്ങളുടെ ഈ 8 മാസക്കാലം നിങ്ങൾ നടത്തിയ ത്യാഗവും സമയവും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ ഈ പൈതൃകം 2026 ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആയിട്ട് എത്തിയില്ലായിരുന്നു. You carried chairs, decorated halls, guided crowds, practiced programs. I know Brisbane, Melbourne, Sydney, all units have started their practices even before December. So, sleepless nights, ഒരുപാട് സമയവും എഫേർട്സും ഹാർഡ് വർക്ക്സും സ്പെൻഡ് ചെയ്ത് ഒത്തിരി പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. ഈ കൺവെൻഷൻ്റെ എല്ലാം പിന്നിൽ ഈ ഒരു ജ്ഞാനായ കൺവെൻഷൻ വളരെയധികം വിജയത്തിലെത്തിക്കാനായിട്ട് എല്ലാ പേരൻസും എല്ലാ കുട്ടികളും എടുത്ത എഫേർട്സാണ്. എല്ലാ പേരൻസിനെയും കുട്ടികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKCയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഈ മനോഹരമായ സമാപന വേദിയിലേക്ക് നിങ്ങളെ വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. ഒരു ശക്തമായ, ഒരുമയുള്ള, അഭിമാനമുള്ള ജ്ഞാനായ ഭാവിയുടെ വാതിൽ തുറക്കുകയാണ്. നമ്മുടെ പൈതൃകം നമ്മെ നയിക്കട്ടെ, നമ്മുടെ ഒരുമ നമ്മെ ശക്തമാക്കട്ടെ, നമ്മുടെ ജ്ഞാനായ തനിമ എന്നും നമ്മെ ബന്ധിപ്പിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഗ്രീഷ്മ. അടുത്തതായി പൈതൃകം 2026 സമാപന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി കോട്ടയം രൂപതയുടെ സഹായമെത്രാനും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുപിതാവിനെ സർവാദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. KCCO പ്രസിഡന്റ് ശ്രീ ജോസ്, കൺവെൻഷൻ ചെയർമാൻ സുഗേബി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബാബു സാർ, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അബ്രഹാം പുതുക്കുളത്തിർച്ച, വേദിയിലുള്ള KCCO എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള യുവതീവാക്കന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, പൈതൃകം 2026 സമാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു വിരുന്നുകാരനല്ല, വീട്ടുകാരനാണ്. ആ വീട്ടുകാരൻ എന്ന നിലയിലാണ് നിങ്ങളോടൊത്ത് ഈ ദിവസങ്ങൾ ആയിരിക്കുന്നത്.
അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട്, ജ്ഞാനായക്കാരുടെ പങ്കാളിത്തം കൊണ്ട് മികച്ച പ്രോഗ്രാമുകൾ ഇവിടെ നടത്തി എണ്ണയിട്ട യന്ത്രം പോലെ വളരെ നന്നായി ചിട്ടയോടെ നിങ്ങൾക്കത് നടത്തുവാൻ സാധിച്ചു. ജോസിനെക്കുറിച്ചും ബേബിയെക്കുറിച്ചുമൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ കൂട്ടത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നിങ്ങൾ നാളെ മുതൽ വളരെ നന്നായിട്ട് 2 ദിവസം എടുത്ത് ഉറങ്ങണം. കാരണം നിങ്ങൾ വലിയ തിരക്കിലായിരുന്നു. ആ തിരക്ക് കൊണ്ട് നിങ്ങൾക്കൊത്തിരി ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങൾ വളരെയേറെ ഈ ഓസ്ട്രേലിയയിലെ, ന്യൂസിലൻഡിലെ ജ്ഞാനായ കൂട്ടായ്മയ്ക്ക് ശക്തി പകർന്നു. നിങ്ങൾ ട്രബിൾ ഷൂട്ടേഴ്സാണ്. നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം പല പ്രതിസന്ധികളും നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ശാന്തമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ നിലനിർത്താൻ ത്യാഗം ചെയ്തവരാണ്. പലതും നിങ്ങൾ മറന്നു, പലതും നിങ്ങൾ ക്ഷമിച്ചു. ഈ ജ്ഞാനായ കൂട്ടായ്മ ഓഷ്യാനയിൽ നിലനിൽക്കാനും തുടരാനും വേണ്ടിയാണ്. ഇന്ന് ഇരുട്ടാകും, നാളെ നേരം വെളുക്കും. ഇതാണ് നമ്മുടെ ചരിത്രം. ഇന്ന് വൈകിട്ട് നമ്മൾ കടന്നുറങ്ങും, നാളെ എഴുന്നേൽക്കും, വീണ്ടും നമ്മൾ ജോലി ചെയ്യും, ഇരുട്ടാകും, പ്രഭാതം നമുക്കായി തുറന്നുകിടും. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ള സംഘാടകരെ, നിങ്ങൾക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. നിങ്ങൾ ഈ കൺവെൻഷൻ ഏറ്റവും നന്നായി ചരിത്രത്തിൽ ചെയ്തു എന്ന അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ നന്ദി, അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അഭിയന്യ ജോൺ പനത്തോട്ടത്തെ പിതാവ്, അദ്ദേഹത്തിന് ഫ്ലൈറ്റിന് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാത്തത്. രാവിലെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതരായി അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് ദീർഘനേരം നമ്മളോടൊത്തായിരുന്ന് റാലി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അദ്ദേഹം സന്തോഷപൂർവ്വം പങ്കുചേർന്നു. നമ്മുടെ ജ്ഞാനായ കൂട്ടായ്മയ്ക്ക് സഭാത്മകമായി എല്ലാ പിന്തുണയും പ്രോത്സാഹനവും അതിനുള്ള അനുവാദവും ബഹുമാനപ്പെട്ട വൈദികരെ നിയമിക്കുന്നതിൽ, കൊണ്ടുവരുന്നതിൽ, ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ അഭിനന്ദ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സേവനങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമുക്കെന്ത് നല്ല ഭാവിയാണുള്ളത്. ഞാനത് പറയാൻ കാരണം നമ്മുടെ യുവജനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. വെൽക്കം ഡാൻസ് തുടർന്ന് നടത്തിയ എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ യുവജനങ്ങൾ എത്ര സജീവമായി ഊർജ്ജസ്വലതയോടുകൂടിയാണ് അവരോരോ കാര്യങ്ങൾ ചെയ്തത്. കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അവർക്ക് എല്ലാ മേഖലകളിലും നമ്മുടെ യുവജനങ്ങൾ കഴിവുറ്റവരാണ്. അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നല്ല മക്കൾ, നല്ല കഴിവുള്ള ചെറുപ്പക്കാർ ജ്ഞാനായ സമുദായത്തിൽ ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമുണ്ട്. നമ്മുടെ മക്കളാണവർ, അവർ നമ്മുടെ ഭാവിയാണ്. അതുകൊണ്ട് അതിനെ ഓർത്തും ഞാൻ അവർക്ക് നന്ദി പറയുന്നു. അവരുടെ പ്രതിനിധിയായി അലീന ഇവിടെയുണ്ട്. അപ്പോൾ പ്രിയമുള്ള യുവജനങ്ങളെ, ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ കഴിവുകളെ ഓർത്ത്, നിങ്ങളുടെ നന്മകളെ ഓർത്ത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അവസാനമായി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മറ്റൊന്നുമല്ല, അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ 10-ാം തീയതി
അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാൾസ് കിർക്ക്, 31 വയസ്സ് പ്രായം, 2 മക്കൾ, എറിക്ക എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ടേണിംഗ് പോയിന്റ് USA എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. അദ്ദേഹമാണ് വെടിയേറ്റ് മരിച്ചത്. തൻ്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബനാഥൻ. ഞാൻ പറഞ്ഞല്ലോ, 2 മക്കൾ, ഭാര്യ. ക്രിസ്തീയ വിശ്വാസം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളാണ്: ദൈവം, കുടുംബം, രാജ്യം. ഗോഡ്, ഫാമിലി ആൻഡ് കൺട്രി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമുള്ള പ്രിയ ജ്ഞാനായ മക്കളെ, ജ്ഞാനായക്കാരായ നമ്മൾ ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഗോഡ്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് വിശ്വാസപരമായ കാര്യമാണ്. പക്ഷെ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തോടുകൂടി ചേർന്നു പോകുന്നതാണ് നമ്മുടെ സമുദായ പാരമ്പര്യങ്ങളും. അപ്പോൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ പലതും നമുക്ക് നഷ്ടമാകും. നമ്മൾ ചിലപ്പോൾ അറിയാതെ മറ്റു പല കാര്യങ്ങൾക്ക് സെക്യുലറായി വിശ്വാസം വേണ്ട, പ്രാർത്ഥന വേണ്ട എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ കൂദാശകൾ വേണ്ട, പള്ളി വേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ നമുക്ക് പലതും നഷ്ടപ്പെടാനിടയുണ്ട്. അമേരിക്കയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ലോകം മുഴുവൻ ആദരിച്ച ഒരു ചെറുപ്പക്കാരനല്ലേ അത് പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ലല്ലോ. അപ്പോൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത് ഫാമിലി, നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൻ്റെ ഭദ്രത, ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കളും മക്കളുമുള്ള ആയിട്ടുള്ള ബന്ധം, അവിടെ വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് നിൽക്കേണ്ട മാതാപിതാക്കൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും ജീവിത പങ്കാളിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്? പ്രിയമുള്ളവരെ, ഇത് നമുക്ക് കൈമോശം വരുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം, അവിടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, കൂദാശ സ്വീകരണം, മക്കളെ വിശ്വാസത്തിൽ വളർത്താനും മാതൃക കാണിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ യുവജനങ്ങൾ, അതുപോലെ നമ്മുടെ കുട്ടികൾ വിശ്വാസത്തിലും മൂല്യബോധത്തിലും വളരുകയുള്ളൂ. നമുക്ക് കുറ്റം പറയാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകളും കുറ്റാരോപണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വലിയ ദുർമാതൃകയുണ്ട്. നാളെ അവർ എങ്ങനെ ഈ വാല്യൂ സിസ്റ്റത്തിൽ നിലനിൽക്കും, എങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കും? അതുകൊണ്ട് ത്യാഗം ചെയ്ത് നമ്മൾ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരോട് നമുക്ക് പറയാൻ ഒരവകാശവുമില്ല, ഒരർഹതയുമില്ല. നമ്മുടെ ചെറുപ്പക്കാർ പള്ളിയിൽ വരണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർ മദ്യപിക്കാതിരിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ അത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുറ്റങ്ങൾ നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാർ നല്ല പിള്ളേരാണ്, നല്ല മക്കളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവരുടെ മുന്നിൽ ഒരു ദുർമാതൃക വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് കൊടുക്കാതിരുന്നാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, ഭദ്രതയാണ്. ഈ ചെറുപ്പക്കാർ നല്ല കുടുംബനാഥയുമായിട്ട് ഭാവിയിൽ ജ്ഞാനായ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും വേണ്ടി അവിടെ നിലനിൽക്കും. ഞാനത് പറയുന്നത് ചാൾസ് കിർക്ക് പറയുന്നത് മാത്രമല്ല, അത് ബൈബിള്, സഭ പറയുന്ന കാര്യങ്ങൾ കൂടിയാണ്. മൂന്നാമതായി രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റണം. സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, മിഷന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി പലതും നിങ്ങൾ ചെയ്യണം. ദൈവം തന്ന നന്മകളല്ലേ അത് പങ്കുവയ്ക്കാനുള്ളത്. ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജോസും ബേബി ഉൾപ്പെടെയുള്ള ഈ ഇന്ന് KCCOയിൽ നേതൃത്വത്തിലുള്ള എല്ലാവരും മിഷൻ്റെ വളർച്ചയിൽ വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ
അതിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് പ്രേരണ കൊടുക്കുകയും ചെയ്ത ധൈര്യം അവർ കാണിച്ചു. ഫാമിലി, വിശ്വാസം, ദൈവം, ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തിൽ ഒരുമിച്ച് നിൽക്കണം, കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ സമുദായപരമായ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. കുടുംബത്തെ വിട്ടുകളയരുത്, ദൈവത്തെ മറുത്തു സംസാരിക്കരുത്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി കെട്ടുറപ്പോടെ നിൽക്കും, നമ്മുടെ സമുദായം സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം നിലനിൽക്കും. അങ്ങനെയുള്ള ഒരു മാതൃക നമുക്ക് വാക്കിലും പ്രവൃത്തിയിലും കൊടുത്തുകൊണ്ട് ഇനി നിങ്ങൾ അടുത്ത പൈതൃകത്തിലേക്ക് എത്തുമ്പോൾ വീട്ടുകാരായിട്ട് ഞങ്ങളും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ത്യാഗങ്ങളും സ്നേഹങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ബന്ധങ്ങളുമൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. എതിർപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശയപരമായിട്ട് നമുക്ക് കൊള്ളാം. വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഈ നാടിൻ്റെ പ്രത്യേകതയാണല്ലോ. ഒരു വ്യക്തിയെ നമ്മൾ അധിക്ഷേപിക്കരുത്. ആശയത്തോട് നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം, പക്ഷേ വ്യക്തി അധിക്ഷേപിക്കാൻ പാടില്ല. അത് ഈ നാടിൻ്റെ മാത്രമല്ല സംസ്കാരം, ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ജ്ഞാനായക്കാരുടെ സംസ്കാരമാണ്. അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമാണ്. ഇതുവരെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാനിതിൽ പങ്കുചേർന്നത്. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സന്തോഷം ഇവിടം കൊണ്ട് തീരുന്നില്ല. When the heart is full, words are few. കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ പങ്കുചേരുന്നു. നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. താങ്ക് യു വെരി മച്ച് പിതാവേ. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി KCCO പ്രസിഡന്റ് മിസ്റ്റർ ജോസ് എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട പണ്ടാരശ്ശേരി പിതാവേ, കൺവെൻഷൻ ചെയർമാൻ ജോസഫ് ചേട്ടൻ, KCC അതിരൂപത പ്രസിഡന്റ് ബാബു സാർ, KCCO എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, CKCA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുകുട്ടികളെ, കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾക്കെല്ലാം ഇവിടെ ഒരു വലിയൊരു ആഘോഷമായിരുന്നു. എനിക്കറിയാം പലരും ഇന്ന് പറഞ്ഞു ഇത് 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നാളെ ഉച്ചയോടുകൂടി ഇത് അവസാനിപ്പിക്കണം. എനിക്കറിയാം ഇന്ന് ഇവിടെ പല മുഖങ്ങളും പുതിയ പുതിയ ആൾക്കാരെ ഒത്തിരി പേര് കണ്ടു, ഒത്തിരി പേരുമായിട്ട് സുഹൃത്ബന്ധം സ്ഥാപിച്ചു. ഒത്തിരി നാൾ ആയിട്ട് കാണാതിരുന്ന പലവരെയും ഇന്ന് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് നമ്മുടെ പരിചയവും നമ്മുടെ സുഹൃത്ബന്ധങ്ങളും എല്ലാം നമുക്ക് പുതുക്കാൻ സാധിച്ചു. കാരണം ജ്ഞാനായക്കാർ എവിടെ ചെന്നാലും പുതിയ ആളായാലും പറഞ്ഞു വരുമ്പോഴത്തേനും എല്ലാവരും ബന്ധുക്കാരാണ്. അവസാനം ഒരു സ്മോളിൽ അതിലും വലിയ സന്തോഷത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചിരുന്ന്, അതാണ് നമ്മുടെ ജ്ഞാനായക്കാരൻ്റെ ഒരു വികാരം. ഇന്ന് ഈ ഇവിടെ എത്തിയിരിക്കുന്നവരിൽ ഇത്രയും സ്ഥലത്ത് നിന്ന് ഇത്രയും ഫാമിലീസ്, ഏകദേശം 500-നടുത്ത് ഫാമിലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്രയും ഫാമിലീസ് ഇവിടെ വന്നത് പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും അവരുടെയൊക്കെ എത്ര നാളത്തെ കാത്തിരിപ്പും എത്ര നാളത്തെ കഠിനാധ്വാനവുമാണെന്ന് നമ്മൾ ഓർക്കണം. എത്രയോ പൈസകൾ മുടക്കി, എത്രയോ നാൾ പ്രാക്ടീസും. നിങ്ങൾക്കറിയാം നമ്മൾ റാലി നടത്തിയപ്പോൾ ഇത്രയും കോസ്റ്റ്യൂംസ് എല്ലാം കൊണ്ടുവന്ന്. എന്തുകൊണ്ടാണ്? ഈ കൺവെൻഷനിൽ നിങ്ങൾ കാണിച്ചിരുന്ന അല്ലെങ്കിൽ ഈ സംഘടനയോട് നിങ്ങളുടെ താല്പര്യം ഒന്നുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഈ കമ്മിറ്റി വന്ന അന്നു മുതൽ 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി ബാലറ്റ് വകുപ്പിൽ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഈ കമ്മിറ്റി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരാളെപ്പോലും മാറ്റി നിർത്താതെ ജ്ഞാനായ മാതാപിതാക്കളെ ജനിച്ച് ജീവിത പങ്കാളിയാക്കിയവരെ, അവർക്ക് ഓഷ്യാനയിലെ ഈ കൺവെൻഷനല്ല KCCയുടെ ഏത് പ്ലാറ്റ്ഫോമിലും വരാനുള്ള ഒരു അവസരം കൊണ്ടായി കൊടുക്കുവാനായിട്ട് ഒരു ഒറ്റയാൾ യുദ്ധം തന്നെയായിരുന്നു ഞങ്ങൾ നടത്തിയത്. അതിന് ഞങ്ങളുടെ കൂടെ നല്ല കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന ഞങ്ങളുടെ എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനും ഓഷ്യാൻ്റെ ജനങ്ങളോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുകയാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്.
ഈ എത്രയോ രാത്രികൾ ഞങ്ങൾ ഫോണിൽ കൂടി പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാട് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെയാണ്. ഈ ഒന്ന് നേരെ ചൊവ്വേ ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. പലപ്പോഴും എത്രയോ സമയം കുടുംബക്കാർ, ഞങ്ങളുടെ മാത്രം, എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും രാത്രികളിൽ എത്രയോ സമയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ടോ അറിയാമോ, ഫോണിൽ കൂടി ഓരോ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ. ഒന്നിനു പുറകെ ഒന്നായി പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു കൺവെൻഷൻ അനൗൺസ് ചെയ്ത അന്ന് മുതൽ പല പല പ്രശ്നങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നു. സാരമില്ല, 2 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന ഒരു എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, നീ ഞങ്ങളെയൊക്കെ മറന്നോന്ന്. കാരണം സമയം കിട്ടാറില്ല. അതുകൊണ്ട് അത്രയ്ക്കും സ്ട്രെസ് ആയിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കയറി അന്ന് മുതൽ. എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം ഈ കൺവെൻഷൻ അനൗൺസ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ ഫെയർ ട്രേഡ് കംപ്ലൈൻറ്റ് ചെയ്ത് ഈ കൺവെൻഷനെ പൊളിക്കാനായിട്ട് അവിടെയും നല്ല ചങ്കോട്ടോടെ തെളിഞ്ഞു നിന്നുകൊണ്ട് ഈ കൺവെൻഷൻ ഒന്നും പറ്റിയേല എന്ന് ധൈര്യപൂർവ്വം മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ SKCയിലെ മെമ്പേഴ്സ് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് തന്നെ ഈ കൺവെൻഷൻ ഇന്ന് ഇവിടെ പരിസവസാനിക്കുമ്പോൾ ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചവർക്കുള്ള ഏറ്റവും വലിയ താക്കീതായിരിക്കും ഇതെന്ന് ഓഷ്യാനയിലെ ജനങ്ങൾ ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുപക്ഷെ ഞങ്ങൾ ഒരു കാര്യവും ആരെയും ഈ കമ്മ്യൂണിറ്റി അറിയിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇമെയിലുകൾ. എനിക്ക് വേണ്ടി KCCയുടെ ചരിത്രത്തിൽ ഇത്രയും ഇമെയിലുകൾ എഴുതിയ ഒരു സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജോസഫ് ഏട്ടൻ പാവം AI ഇട്ടൊന്നുമല്ല, സ്വന്തം കൈയെഴുത്ത് എഴുതി തന്നെ അദ്ദേഹം ഇത്രയും മീറ്റിങ്ങുകൾ മിനിറ്റ്സും നിങ്ങൾക്ക് എല്ലാം പല ഇതും മെസ്സേജുകളും ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ ജിജോമാനൊക്കെ ഈ കൺവെൻഷന് വേണ്ടി അന്ന് മുതൽ ഇത് വെന്യൂ വരാനൊക്കെ ആയിട്ട് എന്തോരം കഷ്ടപ്പെട്ടുണ്ടെന്നറിയാമോ. അതുപോലെ ഞങ്ങൾ ബേബിച്ചേട്ടനൊക്കെ ആയിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഗ്രീഷ്മയുടെ ആദ്യം പറഞ്ഞ പോലെ ഈ SKCയിലെ ഓരോ മെമ്പേഴ്സും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെല്ലാം മെമ്പേഴ്സ് ഞങ്ങൾ രാത്രിയിൽ ഇഷ്ടംപോലെ സമയം പല പല ചലഞ്ചുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയും എല്ലാം. ഓരോ നിമിഷം പുതിയ 1200 3 ആഴ്ച കൊണ്ട് 1200 രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചപ്പോൾ വീണ്ടും ആൾക്കാരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ട് ഞങ്ങൾ വീണ്ടും ഹോട്ടലുകൾ കണ്ടുപിടിച്ച് പറ്റാവുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരാനായിട്ട് മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരെയും ഞാൻ ശരിക്കും നന്ദിയോടെ തന്നെ ഓർക്കുകയാണ്. കാരണം അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ അത്രയ്ക്കും എല്ലാ സപ്പോർട്ടും ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുകയായത്. അതുപോലെ തന്നെ ഞങ്ങൾ KCCയിൽ ചില നല്ല തീരുമാനങ്ങൾ എടുത്തു. അതിനെല്ലാം ഞങ്ങളുടെ കൂടെ KCCയിലെ എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും ഈ സമൂഹത്തിന്, ഈ കമ്മ്യൂണിറ്റിക്ക് നല്ലത് ചെയ്യാനുള്ള എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടുത്തെ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിന് തീരാത്ത കടപ്പാട് എനിക്ക് നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും അവർ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇന്ന് ഓഷ്യാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ഇന്നിവിടെ ഈ നാളെയും കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ SKCയിൽ ഓരോ മെമ്പേഴ്സ്, നിങ്ങൾക്കറിയാം ഇവർ എത്ര നാളത്തെ കഠിനാധ്വാനമാണ്. ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ഒരു മെമ്പേഴ്സ്, എൻ്റെ ചേട്ടാ ഞാൻ 2 മാസമായി വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടം തോന്നി പാവം. കാരണം അതേപോലെ നിങ്ങൾക്കറിയാം ഇത്രയും പേർക്ക് ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പക്ഷെ അവരെല്ലാം എന്തോരം പലരും ജോലി വരെ ഉപേക്ഷിച്ച് ജോലിക്ക് പോലും പോകാൻ സമയം കിട്ടാതെ അതുങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരും. അത് തീർച്ചയായിട്ടും ദൈവം കാണാതിരിക്കത്തില്ല, യോഷ്യാനെ ജനങ്ങളത് മനസ്സിലാകാതിരിക്കത്തില്ല. അത് തന്നെയാണ് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്. ഈ KCC എന്ന പ്രസ്ഥാനം ഒരിക്കലും മങ്ങാതെ ഇതൊരു അൽമായ സംഘടനയാണ്. പലരും ആക്ഷേപിക്കുന്നു ഇത് ഒരു വൈദിക നേതൃത്വത്തിൽ കൊണ്ട് കിട്ടുന്ന സംഘടനയല്ല. ഇത് ശരിക്കും ഇതൊരു പ്യൂർലി അൽമായ സംഘടന തന്നെയാണ് KCCO. അതിന് ഇന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വിഭാഗീയതയുടെ മുട്ടുമുളയ്ക്കാതെ ഒരിക്കലും ഒരു പകയോ വിദ്വേഷമോ ആരോടും കാണിക്കാതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റിയും അടുത്ത പ്രാവശ്യവും നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടണം. എങ്കിൽ മാത്രമേ ഈ അൽമായ സംഘടന ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതിനുള്ള ഓരോ ഉത്തരവാദിത്വവും ഇവിടെയുള്ള ഓരോ ഓഷ്യാനിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് എന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെല്ലാം എനിക്ക് സാധിച്ചത് മറ്റൊന്നും ആയിരിക്കില്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ കരിപ്പാടത്തെ, എൻ്റെ മാതൃകയുടെ കരിപ്പാടത്തെ വട്ടക്കുന്നേ മുത്തിയമ്മി എന്ന് ഞങ്ങൾ ഓമനപ്പെട്ട് വിളിക്കുന്ന പരിശുദ്ധ കന്യാമാതാവിൻ്റെ അനുഗ്രഹവും തിരുഹൃദയത്തിൻ്റെ സംരക്ഷണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ചലഞ്ചുകൾ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഈ കൺവെൻഷൻ ഒരു വലിയ വൻവിജയമാക്കി തീർക്കുവാൻ എനിക്ക് സാധിച്ചതെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുതന്നെ ഇനിയും ഈ നേതൃത്വം ചെയ്യാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഓഷ്യാന ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
താങ്ക് യു മിസ്റ്റർ ജോസ് എബ്രഹാം. അടുത്തത് ഒരു ആശംസാ പ്രസംഗമാണ്. ആശംസാ പ്രസംഗത്തിനായി സിഡ്നി സെയിൻറ്റ് ജോസഫ് ജ്ഞാനായ കാത്തലിക് മിഷൻ ചാപ്ലൈൻ ഫാദർ എബ്രഹാം പുതുക്കളത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്രുവിനെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈസ KCC ചെലവാക്കിയത് പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, ആളുകളെ കൂട്ടാൻ. പക്ഷേ 2 ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ ഞങ്ങളുടെ ഈ സിഡ്നിയിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി KCCയുടെ പൈതൃകം നടത്തിയതിന് ശേഷം ഇനി നിങ്ങൾ നേരേജുവിനെ പള്ളി വന്നാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് നേരേജുവിനെ നടന്നില്ലെങ്കിൽ എൻ്റെയും കൂടി ഒരു തോൽവിയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ ഒറ്റ പ്രസംഗത്തിൻ്റെ പേരിലാണ് നിങ്ങളിന്ന് കണ്ടു കാണും സിഡ്നിയിൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് എല്ലാവരും നമ്മൾ ഒന്നിച്ച് പങ്കെടുത്തത്. അത് എനിക്ക് വളരെ അഭിമാനമുണ്ട് അത് പറയാനായിട്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ KCC ഒരുപാട് കഷ്ടപ്പെട്ടു, SKC ഒരുപാട് കഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഈക്വലി കഷ്ടപ്പെട്ടു ഞങ്ങളുടെ അച്ഛനും. ആദരണീയനായ ഭണ്ഡാരച്ചെല്ലി പിതാവേ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, പൈതൃകം 2026 ഭാഗഭാക്കാക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ജ്ഞാനായ കൂട്ടായ്മയുടെ തറവാടായി മാറിയിരിക്കുകയാണ് സിഡ്നി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ ഓരോരുത്തരോടും സിഡ്നി ജ്ഞാനായ കൂട്ടായ്മയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഓരോരുത്തരുടെയും പേര് എടുത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും എനിക്ക് നൽകപ്പെട്ട 5 മിനിറ്റിനുള്ളിൽ 1700-ലധികം പേരുടെ പേര് എടുത്തു പറയാൻ സാധിക്കാത്തതിൽ ഓരോരുത്തരും അവരവരുടെ പേര് സ്വയം ഏറ്റുപറഞ്ഞ് ആ നന്ദിയും കടപ്പാടും സ്വീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിഡ്നിയുടെ മണ്ണിൽ പൈതൃകം 2026 തിരശ്ശീല വീഴുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണ്. നിന്റെ പിതാക്കന്മാർ സ്ഥാപിച്ച പുരാതനമായ അതിരുകൾ നീ മാറ്റരുത്. നാം എവിടെയായിരുന്നാലും നമ്മുടെ പൈതൃകത്തെയും തനിമയെയും മുറുകെ പിടിക്കുന്നവരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നിമിഷമാണിത്. ഈ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തേത് നമ്മുടെ വംശീയ തനിമയും വിശ്വാസവുമാണ്. നമ്മുടെ പിതാക്കന്മാർ ക്നായിത്തൊമ്മൻ്റെയും മുർഹാമാർ യോസേപ്പിൻ്റെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ഇറങ്ങിയ അന്നു മുതൽ ഇന്നുവരെ നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ തനിമയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ജ്ഞാനായക്കാരൻ എന്നത് ഒരു അഭിമാനമാണ്. ആ തനിമ ചോർന്നു പോകാതെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ ഈ സംഗമം ഇടയാക്കും. ഈ തനിമ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നത് കുടുംബങ്ങളുടെ കൂട്ടായ്മ വഴിയാണ്. ജ്ഞാനായ സമുദായത്തിൻ്റെ കരുത്ത് നമ്മുടെ കുടുംബങ്ങളാണ്. പ്രവാസ ജീവിതത്തിനിടയിലും നമ്മുടെ മക്കൾക്ക് നമ്മുടെ പുരാതന പാട്ടുകളും കലാരൂപങ്ങളും ആചാരങ്ങളും പരിചയപ്പെടുത്തുവാൻ ഇത്തരം പൈതൃകം സംഗമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ വേരുകൾ എവിടെയാണെന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. അതിനുതകുന്ന പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആചാരാനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠതയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മഹനീയം വിളിച്ചോതുന്നതാകണം നമ്മുടെ ഓരോ കൂടിവരവുകളും. സ്നേഹത്തിൽ കോർത്ത സമുദായമാണ് നമ്മുടേത്. ഒരു വലിയ കുടുംബം പോലെ നാം ഇവിടെ ഒത്തുചേർന്നപ്പോൾ പരസ്പരമുള്ള സ്നേഹവും ഐക്യവുമാണ് പ്രകടമായത്. ഈ 3 ദിവസത്തെ ആഘോഷങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കട്ടെ. സിഡ്നിയിലെ ഈ മണ്ണിൽ നമ്മുടെ പാരമ്പര്യം പൂത്തുലയട്ടെ. ഈ സംഗമത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായ അന്നു മുതൽ
സിഡ്നിയിലെ നമ്മുടെ ജ്ഞാനായ സഹോദരങ്ങൾ എത്രമാത്രം ആവേശത്തിലായിരുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയ ഉത്സവം വരാനിരിക്കുന്ന പ്രതീതിയോടെ ഓരോ വീട്ടിലും ഓരോ മനസ്സിലും ഈ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തോടുള്ള ഈ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്ന ഉടനെ വിശ്രമിക്കുവാൻ പോലും നിൽക്കാതെ മക്കളെയും കൂട്ടി പ്രാക്ടീസിനും മീറ്റിങ്ങുകൾക്കും ഓടി നടക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടു. നിങ്ങൾ വെറുമൊരു ആഘോഷത്തിനല്ല തയ്യാറെടുക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകുവാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഒരുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദി ഇത്ര മനോഹരമായി അണിയിച്ചൊരുക്കിയതിന് പിന്നിൽ എത്രയോ രാത്രികളിലെ അനേകരുടെ ഉറക്കമില്ലാത്ത അധ്വാനമുണ്ട്. ഇതിൻ്റെ ഭാരവാഹികൾ, വോളണ്ടിയർമാർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ ഓരോരുത്തരും ഇതിനായി എടുത്ത എഫേർട്ട് ഞാൻ വിസ്മയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ജോലി തിരക്കുകൾക്കിടയിലും കുടുംബകാര്യങ്ങൾക്കിടയിലും നമ്മുടെ സമുദായത്തിനായി നിങ്ങൾ നൽകിയ ഈ സമർപ്പണം ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയാണ്. നിശ്ചയമായും ആ പ്രയത്നത്തിൻ്റെ ഫലം ഈ 3 ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെയും വംശീയ തനിമയുടെയും വിളക്ക് കെട്ടുപോകാതെ വരും തലമുറയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് പൈതൃകം 2026 ലക്ഷ്യം. നമ്മുടെ മക്കൾ ഈ കഠിനാധ്വാനവും ഒരുക്കങ്ങളും കാണുന്നുണ്ട്. സമുദായത്തെ സ്നേഹിക്കുവാനും ഒത്തൊരുമയോടെ മുന്നേറുവാനും ഇതവർക്ക് വലിയ ഒരു പാഠമാകും. പൈതൃകം 2026 വിജയത്തിനായി വിയർപ്പൊഴുക്കിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സംഗമത്തിൽ നിന്നും സംലഭ്യമായ നന്മകൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രസരിപ്പിക്കുവാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അബ്രു അച്ച. അടുത്തതായിട്ട് യൂത്ത് അച്ചീവ്മെന്റ് അവാർഡിനെ പറ്റി സംസാരിക്കുന്നതിനായി KCYLO സെക്രട്ടറിയായ അലീന ലൂക്കോസിനെ ക്ഷണിക്കുന്നു. Hello everyone. I'd like to address our Paidragam 2026 Convention Chairman, Davy Joseph, our Auxiliary Bishop, Mar Joseph Andarashiri, KCC President Babu Paramalatamale, Father Abraham Pudugulathil, KCCO President Joyce Abraham, Vice President Gigi Moon Thomas, Secretary Joseph Chaco, and all other KCCO executive members and steering committee members here on stage today. And most importantly, each and every one of you sat before me today. On behalf of our President, Ritin Cyril, who unfortunately couldn't be here today, it is my honor to stand before you as a representative of KCYLO at the closing ceremony of what has been an incredible convention. Paidragam 2026 has been a celebration of our Knanaya identity, our culture, and most importantly, our people. Over the past few days, we witnessed unity, talent, and a deep sense of belonging that makes us so proud to be part of this community. This year, KCYLO conducted a Youth Achievement Award for Paidragam 2026. This will be presented to 2 outstanding individuals, male and female, within our community. We received numerous applications. It's hard to put into words just how proud we are of our youth, their innovation, their courage, and their willingness to push boundaries. Achievements like these don't come easy. They take resilience, drive, and immense passion. Now, it is my pleasure to announce the winners of the KCYLO Achievement Award. May I please invite our Auxiliary Bishop of the Kottayam Archdiocese, Mar Joseph Andarashiri, to present the awards and the cash prize. The winner of the KCYLO Youth Achievement Award for Paidragam 2026 male is Aaron Joby from KCCQ Brisbane. Aaron has demonstrated exceptional talent and dedication in cricket, representing
at elite levels in Australia and the UK, and consistently delivering outstanding performances on the field. Can I please invite Aaron onto the stage? And please give a round of applause. Now, the next winner of our Casey Weiler Youth Achievement Award for Paidragam 2026, that is female, is Payal Pattamakil from Canberra. Payal has reached remarkable heights in the Air Force and is working as a space operations specialist in Adelaide, and is set to take on an extraordinary opportunity with the United States Space Force. Can I please invite her on stage? Please give her a round of applause. Now, I just wanted to say thank you to those two that won the award. You guys are truly inspiring to our Knanaya youth. Keep doing what you're doing and keep pursuing greater heights of achievement. Now, on behalf of the Casey Weiler Committee, we hope you truly enjoyed Paidragam 2026. We wish you all a wonderful rest of the evening. Thank you. താങ്ക് യു അലീന. ഒരു ചെറിയ അറിയിപ്പുണ്ട്. ആഷ്ലിൻ എന്ന് പേരുള്ളൊരു കുഞ്ഞ് മൈക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിന് അവിടെ കരയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഫാദറിൻ്റെ പേര് ജിജോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഷ്ലിൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. പുറയിലുണ്ട് ജിജോ എന്നാണ് ഫാദറിൻ്റെ പേര്. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അടുത്തതായിട്ട് റിപ്പോർട്ട് പ്രസൻറ്റേഷൻ ആണ്. റിപ്പോർട്ട് പ്രസൻറ്റേഷനായിട്ട് നമ്മളുടെ ജോസഫ് ചാക്കോ സെക്രട്ടറി KCCOനെ ക്ഷണിച്ചോളുന്നു. Good evening, Paidragam 2026. പിതാവിൻ്റെ ധീരമായ പ്രസംഗവും KCCO പ്രസിഡന്റിൻ്റെ ദാർഢ്യമായ പ്രസംഗവും അവറാച്ചനച്ചൻ്റെ തീപ്പിരി പ്രസംഗത്തിന് ശേഷം ഈ പാവം KCCO സെക്രട്ടറിയുടെ ഒരു ബോറടി പ്രസംഗം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കില്ല എന്ന് ഞാൻ ഉറപ്പുവരുന്നു. തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിൽ ഘനാനായക്കാർ മുന്നോട്ട് എന്ന ആത്മവിശ്വാസവുമായി സിഡ്നിയുടെ ഈ മണ്ണിൽ ഓഷ്യാനയിലെ ഘനാനായ സമുദായം പൈതൃകം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു ഘനാനായക്കാരൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന സന്തോഷവും അഭിമാനവും നെഞ്ചിലേന്തി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. അഭിമന്യ ഞങ്ങളുടെ കൊച്ചുപിതാവ് മാർ ജോസഫ് പണ്ടാരശ്ശേരി, KCC പ്രസിഡന്റ് ശ്രീ ബാബു സാർ, KCCO കൺവെൻഷൻ ചെയർമാൻ ആൻഡ് SKCA പ്രസിഡന്റ് ബേബി ജോസഫ്, KCCO പ്രസിഡന്റ് ജോസ് എബ്രഹാം, KCCO executive committee members and SKCC committee members as well as KCCO convention steering committee members. KCCOയുടെ ഈ പുതിയ നേതൃത്വം കഴിഞ്ഞ വർഷം മാർച്ച് 21 VKCC ആസ്ഥാനമായ മെൽബണിൽ വെച്ച് മുൻ KCCO പ്രസിഡന്റ് സജി കുന്നമ്പുറത്ത് നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ KCCOയുടെ മുന്നിൽ ഒത്തിരി പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. എങ്കിലും അതിലുപരി KCCOയുടെ മുന്നിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. അഭിമാനത്തോടെ അതിലുപരി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടോടും കൂടി, പ്രത്യേകിച്ച് KCCOയുടെ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി, we are able to continue to work together for the unity and inclusion of Knanaya family. We stand united against any discrimination because of which church they go, which practice they believe. And we are proud to say that we, in a short period of time, we achieved that greatness in uniting the Knanaya family, Oceania. I'm sorry, I'm not going to say a detailed report in the ആവശ്യമില്ല. കാരണം
KCCയുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് സദാസമയം ഓഷ്യാനയിലെ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ അറിയിച്ചുകൊണ്ട് സുതാര്യമായ ഒരു ഭരണവും നേതൃത്വമാണ് KCCയുടെ ഇപ്പോഴുള്ളത്. KCCയുടെ ഈ പുതിയ നേതൃത്വത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ചുരുങ്ങിയ 12 മാസം കൊണ്ട് 5 നാഷണൽ കൗൺസിൽ മീറ്റിംഗ്സ്, 15-ൽ പരം KTO എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വ്യക്തിപരമായി ഒന്ന് പറഞ്ഞോട്ടെ, നിരന്തരമായി എൻ്റെ ഭാര്യയുടെ പിന്നിൽ നിന്നുള്ള ഒരു പുറവുറുപ്പ്, മനുഷ്യ നിങ്ങൾക്ക് ഈ 24 hours കമ്പ്യൂട്ടറിലെ മീറ്റിങ്ങിനെ മിറ്റില്ലാതെ വേറെ ജീവിതമില്ലേ എന്ന് അഭിമാനം പറയട്ടെ. ഞാൻ പറയും അത് എൻ്റെ സമുദായത്തിന് വേണ്ടിയുള്ള ഒരു സമയം നീട്ടുകയാണെന്ന് മാത്രം. KCCയുടെ യൂത്ത് വിങ് ആയ KCYLO നേതൃത്വത്തിൽ സ്പിരിറ്റ് 2025 KCC യൂത്ത് camp was conducted July 11 to 13 in Phillip Island Adventure Resort in Melbourne. ഓഷ്യാന കനാനായ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൂട്ടായ്മയായിരുന്നു KCYLO ക്യാമ്പ്. 380-ൽ പരം യുവജനങ്ങൾ, ഓഷ്യാന യുവജനങ്ങൾ പങ്കെടുത്ത ക്യാമ്പ് ഉദ്ഘാടിപ്പിച്ചത് KCCയുടെ യൂത്തിങ്ങായ KCYLO. KCYLOയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ. വെൽ ഡൺ KCYLO ആൻഡ് വെൽ ഡൺ KCCO ആൻഡ് ഓഷ്യാന. KCCയുടെ matrimony website was launched during the youth camp, offering a platform and opportunity to every Knanaya youth in Oceania to engage, to build friendship, and to pursue potential matrimonial alliance. Proud to say that the KCCO website is being actively used by our Knanaya youth in Oceania. KCCO's Women's Forum, KCWFO, and I really appreciate the executives to be appreciated and to be acknowledged for their hard work in uniting the Knanaya community in Oceania with web seminars and programs for women. Well done, KCWFO executive and the members. And their initiative to identify and award the best Knanaya family in Oceania we witnessed last night in our Paidragam. Another major achievement for this KCCO was to act upon the suggestions of a community to move the Paidragam from November to April, because that will allow most of the units, the families, to participate in this convention. Because November was a month of mainly for the year-end exams for the children and the families, so they were not able to attend. ഇതിന് സാക്ഷ്യമാണ് ഈ കൺവെൻഷൻ. 1700 പരം ഫാമിലീസും കുട്ടികളും യുവാക്കളും യുവജനങ്ങളും പങ്കുചേരുന്ന കൺവെൻഷൻ ഈ മാറ്റത്തിന്റെ ഒരു തുടക്കത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ്. A special thanks and acknowledgement to my KCCO National Council members. All what we have achieved in this short period of time would not have been done without a commitment and support. A great thank you to all the National Council members for standing united and taking bold steps along with KCCO executive for the unity of our Knanaya community. Thank you very much, KCCO National Council members. ഓഷ്യാനയിലെ ഈ കനാനായ സമുദായം ഒരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി നമ്മുടെ സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കുവാൻ ഇവിടെ ചേരുന്നതിന് ഒരേ ഒരു കാരണമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഒരു കനാനയക്കാരനാണ് എന്ന വിശ്വാസം മാത്രം. അതിൽ നിന്നും ഉളവാകുന്ന ഉന്മേഷവും അതിൽ നിന്നും ഉളവാകുന്ന ഉത്തേജനവുമാണ് എൻ്റെ പാരമ്പര്യവും എൻ്റെ സമുദായത്വവും എൻ്റെ വിശ്വാസവും കാത്തുസൂക്ഷിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ കനാനായ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. അത് അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും ഒറ്റക്കെട്ടായി കനാനായ സമുദായം നേരിടും. നമ്മുടെ കൊച്ചുപിതാവ് നമുക്ക് ഇന്നലെ വളരെ വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ ആശ്വസിപ്പിച്ചു. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവേ ഈ കനാനായ സമുദായം ഒരിക്കലും ഭയപ്പെടുകയില്ല. കാലാകാലങ്ങളായി ഞങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്ന ഞങ്ങളുടെ പൈതൃകവും പാരമ്പര്യവും എപ്പോഴും കനാനായക്കാർ ഒറ്റക്കെട്ടായി ഞങ്ങൾ പറയുന്ന പോലെ രക്തം കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞങ്ങൾ പൈതൃകം ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ തലമുറകളായി കാത്തുകൊണ്ട് പോകുന്ന
നമ്മുടെ ഈ പാരമ്പര്യവും നമ്മുടെ ഈ പൈതൃകവും നമ്മുടെ ഈ വിശ്വാസവും എല്ലാം ഒരു കുറവും കൂടാതെ നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറുവാനുള്ള ഒരു ബാധ്യത ഇവിടെ കൂടിയിരിക്കുന്ന ഓഷ്യാനിയയിലെ എല്ലാ മക്കൾക്കുമുണ്ട്. അങ്ങനെ ഇടറാതെ പതറാതെ ഒറ്റക്കെട്ടായി ഓഷ്യാനിയയിലെ ക്നാനായ സമൂഹം മുന്നോട്ട്. നന്ദി, നമസ്കാരം, ജയ് ക്നാ. താങ്ക് യു ജോസഫ് ഏട്ടാ. അടുത്തതായി KCCO ഫിനാൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി മിസ്റ്റർ ടോമി തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ഓഷ്യാനയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ടോമി, KCCOയുടെ ട്രഷററാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വണ്ടിയുടെ ചലനം സുസാധ്യമാക്കണമെങ്കിൽ അതിൻ്റെ ചക്രങ്ങൾ വേണം. അതിൻ്റെ ചക്രങ്ങൾ എന്ന പോലെയാണ് ഫൈനാൻസ്. ആ ഫൈനാൻസ് വേണ്ട വിധത്തിൽ സുതാര്യമായും കൃത്യതയോടും കൂടി നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് KCCO അംഗങ്ങളായ നിങ്ങളെല്ലാവരും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി വളരെ സുതാര്യമായും സത്യസന്ധമായും പക്വതയോടും കൂടി ആ ജോലി ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതിന് ഒരു അപ്ഡേറ്റ് തരിക എന്ന് പറഞ്ഞാൽ, നമ്മുടെ KCCOയിൽ ഇപ്പോൾ ഇന്ന് നിലവിലുള്ളത് $6,974. അത് നിങ്ങൾക്കറിയാം അത് എത്രമാത്രം ഉണ്ട്. നല്ല സ്പീഡിൽ പോകണമെങ്കിൽ അത് പോരാ എന്നറിയാം. എങ്കിലും പറ്റുന്ന പോലെ അത് കൊണ്ടു നടക്കും. അത് വളരെ സത്യസന്ധമായി അതിലെ ഓരോ ഡോളറും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ബോധ്യത്തിലും വളരെ പക്വതയോടുകൂടി എൻ്റെ ജോലി ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പൈതൃകം 2026നോടനുബന്ധിച്ച് KCCO നിർമ്മിച്ചെടുത്ത നമ്മളുടെ സുവനീർ പ്രകാശനമാണ് നടക്കുന്നത്. ഈ സുവനീർ KCCOയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ ലിജോ ജോസഫും ഷിബു ജോർജും ചേർന്ന് നമ്മുടെ പിതാവിന് കൈമാറി അത് പ്രകാശനം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, പൈതൃകം 2026 പ്രഖ്യാപിച്ചതിന് ശേഷം KCCO എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടതാണ് ഈ പൈതൃകത്തിൽ വെച്ച് നമുക്കൊരു സുവനീർ പ്രകാശനം ചെയ്യണം. കാരണം 2016 ശേഷം ഇതുവരെ ഒരു സുവനീർ നമ്മൾ പ്രകാശനം ചെയ്തിട്ടില്ല. നമ്മുടെ ഇടയിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡൊക്കെ ഓഷ്യാനയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട്, സർഗവാസനകളുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ കഥ, കവിത ഒക്കെ എഴുതുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് നമ്മൾ ഒരു സുവനീർ പ്രകാശനം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അത് ഇന്ന് ഇവിടെ പ്രാവർത്തികമാവുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഈ സുവനീർ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ലിജോ, ഞങ്ങളാണ് ഇതിൻ്റെ ഇത് നോക്കിയത്. നമ്മളുടെ സുവനീറിൻ്റെ ബാക്ക് പേജ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോം ഫിൻ ഹോം ലോൺസ്, ജോൺ മാത്യു, പുതിയ കുന്നേൽ, മെൽബൺ ആണ്. അതുപോലെ ഫ്രണ്ട് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റെഫാനോസ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ, സാബി അലക്സ്, ന്യൂസിലാൻഡിൽ നിന്നാണ്. അതുപോലെ ബാക്ക് ഇൻ പേജ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് AAA അക്കൗണ്ട്സ്, സജിമോൻ പുളിമൂട്ടിൽ, മെൽബണിൽ നിന്നാണ്. ഇവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ പിതാവിന് ഇതിൻ്റെ കോപ്പി നൽകിക്കൊണ്ട് ഞങ്ങളിത് പ്രകാശനം ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഫ്രീ ആയിട്ട് എത്തുന്നതാണ്. കാരണം ഇത് ഫ്രീ ഓഫ് ചാർജ് ആണ്. ഇന്നത്തെ ഈ കൺവെൻഷൻ, നാളെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടും ഫോട്ടോകളും കൂടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ വരുത്തിച്ച് നിങ്ങളുടെ ഓരോ യൂണിറ്റിലേക്കും ഞങ്ങളിത് അയച്ചു തരികയോ അവിടെ എത്തിക്കുകയോ ചെയ്യുന്നതാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ സുവനീർ എത്തും. നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഥയോ കവിതയോ എന്തെങ്കിലുമൊക്കെ യാത്രാ വിവരണങ്ങളോ ഒക്കെ എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ഞങ്ങളെ അറിയിക്കാം. അതും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതാണ് എന്ന് അറിയിക്കുന്നു.
താങ്ക് യു ലിജോ ജോസഫ് ആൻഡ് ഷിബു ജോർജ്. അടുത്തതായി KCCO മാട്രിമോണി സൈറ്റ് പ്രസന്റേഷനായി മിസ്റ്റർ ജോൺ ജോൺസനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KCCO പ്രസിഡന്റ് പ്രിയ ജോസിയേട്ടൻ, അഭിനന്ദ പണ്ടാരശ്ശേരി പിതാവേ, പ്രിയ ബാബു സാർ, പ്രിയ ഡേവിഡ് ചേട്ടൻ, മറ്റ് KCCO എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, SKCA കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, പൈതൃകത്തിനെ പറ്റി എല്ലാവരും പറഞ്ഞു പോയി. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതീവ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഇതുപോലൊരു KCCO എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമാകുമ്പോൾ ഇത്രയ്ക്ക് ശക്തമായ ഒരു കമ്മിറ്റിയുടെ കൂടെയാണ് ഞാൻ യോജിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കമ്മിറ്റി ചാർജ് എടുത്ത അന്ന് മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിന് ഈ കമ്മിറ്റിക്ക് സാധിച്ചു എന്നത് അതീവ അഭിമാനകരമാണ്. അതിലൊന്നായ മാട്രിമോണി സൈറ്റിനെ പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. KCCO കമ്മിറ്റി അധികാരം ആദ്യത്തെ നാഷണൽ കൗൺസിലെ തീരുമാനമായിരുന്നു. ഇപ്പോൾ പിതാവ് തൊട്ട് നമ്മളെല്ലാവരും പറയുന്നത് നമ്മുടെ എല്ലാം മുമ്പോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയാണ്. അപ്പോൾ നമ്മുടെ യുവതലമുറ നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല, പിതാവ് ഉൾപ്പെടെ പറഞ്ഞു. നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കാണാം എന്തേറെ യുവാക്കൾ ഇവിടെ ഉണ്ട്. അവരാണ് ഇത് എൻജോയ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഉദ്ദേശവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മാട്രിമോണി സൈറ്റ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു. അത് വെറും 4 മാസം കൊണ്ട് തന്നെ KCYLയുടെ യൂത്ത് ക്യാമ്പിൽ അത് ഓപ്പണായി. ആ സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. KCCO-matrimony.com എന്നാണ് ആ സൈറ്റ്. അതിൽ 50ഓളം ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയി അതിൽ രജിസ്ട്രേഷൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള യുവജനങ്ങൾക്ക് ഓഷ്യാനിയയിൽ നിന്ന് തന്നെ ഉള്ള പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരു നല്ല അവസരമാണ്. നിങ്ങളെല്ലാവരും ആ സൈറ്റ് ലോഗിൻ ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് ബാക്കി അത് പൂർണ്ണമായും മോണിറ്റേർഡ്, നിങ്ങളുടെ പ്രൈവസി എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സൈറ്റ്. അതിൽ നമുക്ക് സ്പോൺസേഴ്സായിട്ട് A1 ഫിൻകോർപ്പും അതുപോലെ നമ്മുടെ A1 ഫിൻകോർപ്പും അതുപോലെ നമ്മുടെ ഞാൻ പേര് നോക്കിക്കോളൂ, സോണി എബ്രഹാം, അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അവരുടെ സപ്പോർട്ടിന്. അതുപോലെ തന്നെ ഇപ്പോൾ KCCOയിൽ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മാതൃസംഘടനയായ KCANS അല്ലെങ്കിൽ ഗ്രാന അസോസിയേഷൻ ന്യൂസിലാൻഡിനെ പ്രതികരിച്ചാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് KCCOയുടെ അംഗസംഘടനകളിൽ ഏറ്റവും കാലപ്പഴക്കമുള്ള ഒരു സംഘടനയാണ്. 2009 മുതൽ സ്ഥാപിതമായിട്ടുള്ള സംഘടനയാണ്. അതുപോലെ ഏറ്റവും അധികം അംഗങ്ങളുള്ളൊരു സംഘടനയാണ്. കാരണം ന്യൂസിലാൻഡ് എന്ന രാജ്യത്തിന് മൊത്തത്തിൽ നിലവിലൊരു സംഘടനയേ ഉള്ളൂ. അതിൽ നിന്ന് പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഏറ്റവും ശക്തമായി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ന്യൂസിലാൻഡിൽ കൊണ്ടുപോകുന്നതിന് KCNSന്റെ മുൻകാല നേതാക്കൾ ഉൾപ്പെടെ ഇതുവരെയുള്ള എല്ലാവരുടെയും സംഭാവനകൾ സ്മരിക്കുന്നു. അതുപോലെ ഇവിടെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇപ്പം ഞങ്ങളുടെ KC അസോസിയേഷനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് നമ്മുടെ പഴയ കുട്ടികളെയൊക്കെ കാണുന്ന ഒരു അവസ്ഥയാണ്. കാരണം KCNSൽ ജ്ഞാനായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ പിച്ച വെച്ചിട്ട് അവരുടനെ ഓസ്ട്രേലിയയിലേക്ക് പറന്നു പോരും. ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ ഉള്ളൂ, കുറേ 15 വർഷം 20 വർഷമായിട്ടുള്ളൂ. അല്ലാത്ത എല്ലാവരും തന്നെ ഒരു 90% ആൾക്കാർ ഇവിടെ വന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ ഒരു 15 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു
ആ കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ വന്ന് വലുതായി ഇവിടെ പെർഫോം ചെയ്യുന്നതും ഒക്കെ കാണുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമാണ്. കാരണം നമ്മുടെ മാതൃസംഘടനയിൽ നിന്നാണല്ലോ അവർ ഇങ്ങോട്ട് എത്തിയത് എന്നുള്ളത് കാണുന്ന ഒരു സന്തോഷം KCNS ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ഇവിടെ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഇത് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ നടത്താൻ സഹായിച്ച നമ്മുടെ SKCA അംഗങ്ങൾ, ഇപ്പം എനിക്ക് ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ പല കമ്മിറ്റികളിലായിട്ട് 6 മാസമായിട്ട് വളരെ പേഴ്സണൽ ബന്ധമുണ്ട്. ഇന്നലെയാണ് മിനിഞ്ഞാന്നായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ഈ ഒരു 6 മാസത്തെ എഫർട്ട് ഒരു 2-3 ദിവസത്തിലേക്ക് വന്ന് ചുരുങ്ങുമ്പോൾ ഇത്രയധികം പരിപാടികൾ ഇവിടെ ഈ ചെറിയ സമയത്തിനുള്ളിൽ നടത്തിയെടുത്ത അതിന് നേതൃത്വം നൽകിയ ആളുകൾ മുഴുവൻ ഈ സ്റ്റേജിലുണ്ട്. അവർക്ക് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോൺ. അടുത്തതായി നമ്മൾക്ക് വേണ്ടി നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കൊച്ചുപിതാവിനും അതുപോലെ നമ്മളുടെ KCC പ്രസിഡന്റിനും അതുപോലെ നമ്മളുടെ സിഡ്നി ജ്ഞാനായ മിഷൻ ചാപ്ലൈൻ അച്ഛനും KCCOയും SKCയും ചേർന്ന് നൽകുന്ന ഒരു ഉപകാര സമർപ്പണമാണ്. പിതാവിന് ഉപകാരം സമർപ്പിക്കുന്നതിനായി KCCO പ്രസിഡന്റ് ജോസഫ് ബ്രാഹ്മണ ക്ഷണിച്ചു. ബാബു സാറിന് ഉപഹാരം നൽകുന്നതിനായി നമ്മൾ SKCയുടെ പ്രസിഡന്റ് ശ്രീ ബേബി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിഡ്നി സെന്റ് ജോസഫ് ജ്ഞാനായ മിഷൻ ചാപ്ലൻ ഫാദർ എബ്രഹാം പുതുക്കളത്തിലിന് അവാർഡ് നൽകുന്നത് KCCO പ്രസിഡന്റ് ആയിരിക്കും. പൈതൃകം 2026 ക്ലോസിംഗ് സെറിമണിയുടെ വോട്ട് ഓഫ് താങ്ക്സിനായി സിഡ്നി ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബേബി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. ഈ കുടുംബ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോസ് എബ്രഹാം, ഞാൻ അതിഥിയല്ല സംഘാടകൻ മാത്രമാണെന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുപിതാവ്, ജ്ഞാനായ സമുദായ സംഘടനയുടെ പ്രസിഡന്റ് ബാബു സാർ, സിഡ്നി ജ്ഞാനായ കാത്തലിക് മിഷൻ്റെ ഡയറക്ടർ ഫാദർ എബ്രഹാം, KCCOയുടെ ഭാരവാഹികൾ, SKCA ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഓഷ്യാനയിലെ സഹോദരി സഹോദരന്മാരെ, 3 ദിവസത്തെ കൺവെൻഷൻ്റെ 2ാം ദിവസം പിന്നിടുമ്പോൾ വളരെയധികം സന്തോഷമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ അഭിമാനമാണെന്നാണ്. ഇന്നതെനിക്ക് സന്തോഷമാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം ഇത്രയും ഭംഗിയായി ഈ സമ്മേളനം നടത്തുവാൻ, ഈ കുടുംബ സമ്മേളനം നടത്തുവാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും എന്ത് വാക്കുകൾ നൽകിയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു, എല്ലാ പരിപാടികളിലും പങ്കെടുത്തു, എല്ലാം വളരെ നന്നായി, ഒരു പ്രശ്നവുമില്ലാതെ നടത്തി. അതിന് നന്ദി പറയുക എന്നുള്ള ആ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ 2 ദിവസവും തൻ്റെ കാവൽ മാലാഖമാരെ അയച്ച് ഈ സമ്മേളനത്തെ സംരക്ഷിച്ച ദൈവത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്ന മെൽബൺ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ജോൺ പനന്തൊട്ടൽ പിതാവിന് ഇവിടെ നിൽക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം രാവിലെ കുർബാന ചൊല്ലി, നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തു.
അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ജോസ് എബ്രഹാം, അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോയതും ഈ കൺവെൻഷൻ്റെ നടത്തിപ്പിനായിട്ട് തൻ്റെ സമയം മുഴുവൻ ചെലവാക്കിയതും. അദ്ദേഹത്തിൻ്റെ എത്ര പ്രശംസിച്ചാലും അത് വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ശ്രീ ജോസ് എബ്രഹാമിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ അതിഥിയല്ല സംഘാടനയാണെന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന്, ആ മുഖ്യ സംഘാടകന്, ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സിഡ്നിയിലെ ക്നാനായ സമുദായത്തെ മാത്രമല്ല, ഓഷ്യാനയിലെ മുഴുവൻ ക്നാനായ സമുദായത്തെ, ഈ സമുദായ അംഗങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും ഇവിടേക്ക് ക്ഷണിക്കുവാൻ ഞങ്ങളോടൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്ത സിഡ്നി ക്നാനായ കാത്തലിക് സിഡ്നി ക്നാനായ കാത്തലിക് മിഷൻ്റെ ഡയറക്ടർ ഫാദർ എബ്രഹാം പുതുക്കുളത്തിനും, നിങ്ങളെല്ലാവരും നേരത്തെ കേട്ട് കാണും ഫാദർ അബ്രു എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ അബ്രു എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ഓഷ്യാനയിലെ യുവാക്കളെ നയിക്കുന്ന പ്രതിനിധി അലീന ജേക്കബ്. കാരണം ഞാനൊരിക്കലും ഈ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിലല്ല, അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വന്ന് പങ്കുചേർന്ന അലീനയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ്. പിന്നെ ഈ സമ്മേളനം വളരെ വിജയകരമാക്കി തീർത്ത് എൻ്റെ ഇടതും വലതും നിന്ന എൻ്റെ സിഡ്നിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, KCCOയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, അവരെല്ലാവരും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച ഇവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയണം. ആരുടെയും പേര് ഞാൻ പറയില്ല, സമയം പോയതുകൊണ്ടാണ്. സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കുമാണ്, നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നു. പലവിധ കുറവുകളുണ്ടായിരുന്നു, ശരിയാണ്. എങ്കിലും അത് സദയം ക്ഷമിച്ച് ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നതോടൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 1700 2000 പേർ കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതിലും പങ്കെടുക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു കിടക്കാനൊരുവാണ് ഞാൻ കിടന്നോളാം തരാമോന്ന്, എനിക്ക് അഡ്മിഷൻ തരാമോന്ന് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, ഇനിയില്ല, എനിക്ക് അടുത്ത പ്രാവശ്യം പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വരെ താല്പര്യം കാണിച്ചവരാണ്. ഈ സമ്മേളനം ലോകം മുഴുവൻ വാച്ച് ചെയ്ത ഒരു സമ്മേളനമാണിത്. നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് ഈ സമ്മേളനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇന്ന് ലോകത്തിലുള്ള എല്ലാവരുടെ കൈകളിലുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇത്രയും എങ്ങനെയാണ് ഈ സമ്മേളനം നടക്കുക എന്നുള്ളതൊരു സംശയം പല ഭാഗത്തുനിന്നും ഉണ്ടായി. നേരത്തെ ജോസ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് SKCA ഒരു നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇത്രയും ആൾക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതിനാണ് ഈ പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നത്. എങ്കിലും അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു ചങ്കുറപ്പ് ഞങ്ങളിൽ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹത്തിന് എത്ര വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാലും അത് അധികമായില്ല. എങ്കിലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ബേബി ചേട്ടാ. അടുത്ത പിതാവിനൊരു ചെറിയ അറിയിപ്പുണ്ട്. ജസ്റ്റ് 1 minute. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റ് മൂവ് ഓൺ ചെയ്യാണ്. KCY യൂത്തിന്റെ ഡാൻസ് കോമ്പറ്റീഷനാണ്. തുടർന്ന് നമ്മുടെ യൂണിറ്റ് തല പ്രോഗ്രാമുകളും ഡിന്നറും അതേ തുടർന്ന് മറ്റ് പരിപാടികളും ഈ പ്രോഗ്രാം അനുസരിച്ച്
11 മണി കഴിയുമ്പോൾ തീരേണ്ടതാണ്. എങ്കിൽ കൂടിയും കുറച്ച് സമയം കൂടി ഉണ്ടാവുമായിരിക്കും. നാളെ വിശുദ്ധ കുർബാന ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നാളെ ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസവുമാണ്. അതുകൊണ്ട് 8:30-ക്കായിരിക്കും വിശുദ്ധ കുർബാന എന്ന് സംഘാടകർ അറിയിക്കുന്നു. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, കഴിയുന്നിടത്തോളം ആളുകൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന മറ്റു പള്ളികളിൽ അർപ്പിക്കാനായി പങ്കുചേരാനായിട്ട് പോകാൻ സൗകര്യമുള്ളവർക്ക് പോകാം. ബാക്കിയുള്ള എല്ലാവരും ഒരു ത്യാഗപൂർവം, യുവജനങ്ങളും കുട്ടികളും മാതാപിതാക്കളും ഒരല്പം ത്യാഗം ചെയ്താൽ നമുക്കൊരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരികെ പോകുന്ന, അതാണ് അതിൻ്റെ നമ്മുടെ കൂട്ടായ്മയും വിശ്വാസവും നിലനിർത്താനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഈ വിശുദ്ധ കുർബാനയിൽ 8:30-ക്ക് നടത്തുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.